നമസ്കാരം ലൈല. എനിക്ക് മറുപടി കിട്ടിയില്ല. ഹിന്ദുക്കളെ ഒഴിവാക്കിയോ? ഈ ജാതി മതം എന്നൊക്കെ പറഞ്ഞാല് അതിലൊന്നും ഒരു കഥയില്ല. ഞാനിപ്പോ മുസ്ലിമായി ജനിച്ചൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ തലയിൽ തട്ടമിട്ട് എല്ലാവരും വർഗീയവാദികളാണോ? തലയിൽ തൊപ്പിയിട്ട ആളുകൾ വർഗീയവാദികളാണോ? അല്ല, ഒരിക്കലും അല്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ മുസ്ലിങ്ങളല്ലാത്ത മറ്റു മതവിഭാഗങ്ങൾ, ഹിന്ദുസ് ആവട്ടെ ക്രിസ്ത്യൻസ് ആവട്ടെ, എല്ലാ ആളുകളും പൊതുവെ ചിന്തിക്കാറുള്ളത് മുസ്ലിംസിനെ പറയുന്ന സമയത്ത് തലയിൽ തട്ടമിട്ടിട്ടുള്ള സ്ത്രീകളോ ഹിജാബ് ഇട്ടിട്ടുള്ള സ്ത്രീകളോ തലയിൽ തൊപ്പിയിട്ടിട്ടുള്ള പുരുഷന്മാരോ താടി വെച്ചിട്ടുള്ള പുരുഷന്മാരെയൊക്കെ കാണുമ്പോൾ വർഗീയവാദികൾ എന്നാണ്. ചിലപ്പോൾ പച്ച പാവങ്ങളായിരിക്കും. ഇവരുടെ ഉള്ളിൽ വർഗീയത എന്ന് പറഞ്ഞിട്ട് പോയിട്ട് വാ എന്ന് പറഞ്ഞ ഒരു തോന്നൽ പോലെ അവരുടെ ഉള്ളിൽ ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആളുകളെ വർഗീയവാദികൾ എന്ന് മുദ്ര കുത്തുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലപ്പുറം കിച്ചൺ എന്ന് പറഞ്ഞ നമ്മുടെ മലപ്പുറം കിച്ചൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ മലപ്പുറം താത്ത ഒരു വീഡിയോ ചെയ്തത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതിൽ മലപ്പുറം താത്ത സംസാരിക്കുന്നത് വർഗീയതയെക്കുറിച്ചാണ്. അവർ സംസാരിക്കാൻ ഉണ്ടായ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള ഒരു കമന്റിനുള്ള ഒരു മറുപടി ആയിട്ടാണ് അവർ ഈ ഒരു സംസാരം തുടങ്ങി വെക്കുന്നത്. അപ്പം എന്താണെങ്കിലും കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സംസാരിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും മലപ്പുറം താത്തയുടെ വാക്കുകൾ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കണ്ടപ്പോ വല്ലാത്തൊരു ഗതികേട് കേട്ടോ. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് രണ്ട് വർത്താനം പറഞ്ഞാൽ പറ്റൂലല്ലോ. ഒരു ചേച്ചി എന്ത് വിചാരിച്ചിട്ടാ എഴുതിയതാവോ? നല്ല സ്വഭാവ സ്നേഹമുള്ള ഒരു ചേച്ചി കേട്ടോ, തെറിയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ചേച്ചിന്റെ തോന്നലാകും. അപ്പൊ അതൊരു തിരുത്തി കൊടുക്കുക എന്നുള്ളത് നമ്മളൊരു കടമയാണല്ലോ. നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു കമന്റ് വന്നിക്കണത്. സംഗതി ഇതാണ്. എന്താ ആ ഒരു ചേച്ചിന്റെ പേര്? ചേച്ചി എന്ന് വിളിച്ചാലോ പ്രായം ഉണ്ടോ വെച്ച് പുടിയാണില്ല. എന്നുവെച്ചാൽ മൂത്തതാവോ കീപ്പട്ടുള്ളതാവോ, എന്തായാലും ഞാൻ ചേച്ചി എന്ന് പറയുന്നുണ്ട്. രാജലക്ഷ്മിയാണ്, സരസ്വതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയാണ് കേട്ടോ. കമന്റ് എന്താണെന്ന് ചോദിച്ചാല്, നമസ്കാരം ലൈല, എനിക്ക് മറുപടി കിട്ടിയില്ല. ഹിന്ദുക്കളെ ഒഴിവാക്കിയോ? ഞാൻ വർഷങ്ങളായി കാണുന്ന ഒരേ ഒരു ബ്ലോഗ് ഇത് മാത്രമാണ് എന്നുള്ളത്. അതാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. ചേച്ചി ഒന്നും ഉണ്ടായിട്ടാവില്ല, വെറുതെ അങ്ങനെ ചോദിച്ചതേക്കാരം, മനസ്സിൽ തോന്നിയ കാര്യം. അപ്പൊ ഞാൻ അതിന് മറുപടിയും കൊടുത്തു. അങ്ങനെയൊന്നുമില്ല, രക്തത്തിന്റെ കളറ് എല്ലാം ചുവപ്പല്ല മുത്തേ എന്നുള്ളത്. അതിന്റെ ബാക്കിൽ ചിലവരൊക്കെ ഇതെന്ത് ചോദ്യമാന്നൊക്കെ ചോദിച്ചിരിക്കണ്. സാരല്ല, പോട്ടെ. ചേച്ചി ഒന്നും ഉണ്ടായിട്ട് ചോദിച്ചതാകൂല. എന്നാലും ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ പറ്റൂലല്ലോ. പൊന്നാരം മക്കളെ, ഈ ജാതി മതം എന്നൊക്കെ പറഞ്ഞാല് അതിലൊന്നും ഒരു കഥയില്ല. ഞാനിപ്പോൾ മുസ്ലിമായി ജനിച്ചൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ പഠിച്ച് അതിനനുസരിച്ച് പ്രവർത്തിച്ച് അത് ഞാനും അള്ളിയായിട്ടുള്ള ഒരു ഇടപാടാണ്. അതൊരാളോട് പറയേണ്ട കാര്യമല്ല. പിന്നെ ഇപ്പം ഞാൻ ഹിന്ദുവായി ജനിച്ചാണെങ്കിൽ ഓരോ ദൈവവിശ്വാസമായിട്ട് ഓരോ മുന്നോട്ട് പോവുക. അതിൻ്റെ അപ്പുറം നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. എന്തൊരാപത്ത് ഘട്ടം വന്നാലും ദുഃഖങ്ങൾ വന്നാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നിന്നുകാട് മുന്നോട്ട് പോകുക എന്നുള്ളൊരു ഒറ്റതുള്ളൂ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ മക്കളെ, എല്ലാവരുടെ കാര്യങ്ങളും പറയാനുള്ളൊരു അധികാരമൊന്നും ഇച്ചില്ല. ഇഞ്ചൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ ആകെ 10ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. +1 4 മാസമാണ് ആകെ പോയിക്കണ്. കാര്യമായിട്ട് പോയിട്ടില്ല, മുഴുവനാക്കിയിട്ടില്ല. അപ്പൊ 10 വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് കൂട്ടിയാൽ മതി. അപ്പൊ അങ്ങനെ നോക്കുമ്പോ 5 മുതൽ 10ാം ക്ലാസ് വരെ ഇഞ്ച ചങ്ങാഴ്ചകൾ എന്ന് പറഞ്ഞാല് കാര്യമായിട്ട് എന്താണ്, ഹിന്ദു സഹോദരിമാരാണ്. പക്ഷെ അന്ന് ഞങ്ങളെ മനസ്സിൽ ഓള് ഹിന്ദുവാണ്, ഞങ്ങളെ മുസ്ലിമാണ്, അങ്ങനത്തെ ഒരു ചിന്താഗതിയൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഉച്ചക്ക് ചോറ് ഇങ്ങോട്ട് വെച്ചുമ്പോൾ പാത്രം തുറന്നുവെച്ചങ്ങാണ്ട് നിരത്തിയാണ് വെക്കും പഠിച്ചണ ഡെസ്കുമ്മേ. ചോറ് മാത്രം അവനാൻ്റെ തിന്നും. കൂട്ടം ഇഞ്ചോ ചിലപ്പോൾ ഓളിയിലേക്കാരം, ഓളത് ചിലപ്പോൾ ഇഞ്ചിയിലേക്കാരം. ഷിൻസി, ഷിജിനി, രേഷ്മ, ശരണ്യ, ജുബൈരിയ, ഭാനു, ഇങ്ങനെ ഒരുപാട് കൂട്ടുകാരുണ്ട്. ഇഞ്ചത് കാര്യമായിട്ട് ഹിന്ദു സഹോദരിമാരാ. പക്ഷെ ഞങ്ങളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു വർണ്ണ വിവേചനോ ജാതിഭേദം ഒന്നും ഉണ്ടായിട്ടില്ല. ചുരുക്കി പറഞ്ഞാല് ഇപ്പൊ നമ്മളൊരു ആസ്പത്രിയിൽ പോയി അഡ്മിറ്റ് ആകാണ്, കുറച്ച് ചോര വേണമെന്ന് പറയാണ്. മുസ്ലിങ്ങളെ മാത്രം നോക്കിയിട്ടാ ചോര എടുക്കുക, ഹിന്ദുക്കളെ മാത്രം നോക്കിയിട്ടാ ആണോ ചോര എടുക്കുക? അപ്പൊ ആ ജീവൻ കഴിച്ചിലാകാൻ വേണ്ടി ചോര, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, ബി പോസിറ്റീവ് ആണെങ്കിൽ ബി പോസിറ്റീവ്. അപ്പോൾ ആ ഒരു ചോര രക്തം അതവിടെ കിട്ടുകയെന്നേ നോക്കണുള്ളൂ. അവിടെ ജാതിയും ഭേദമൊന്നുമില്ല. അപ്പൊ ചേച്ചി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളോട് സ്നേഹത്തോടെ പറയാണ്. ചേച്ചി ഇങ്ങോട്ട് തെറിയൊന്നും പറഞ്ഞിട്ടില്ല, മനസ്സിൽ തോന്നിയ കാര്യം അറിയാതെ എഴുതി പോയതാകും, പോട്ടെ, സാരല്ല. സംഗതി തന്നെയാണ്. ഹിന്ദുക്കളെ കമന്റ് നിങ്ങൾ സ്വീകരിച്ചൂലേ?
ഞാൻ ഈ ഒരു മലപ്പുറം കിച്ചൺ ചാനൽ തുടങ്ങുമ്പോൾ അത് ഇത്രത്തോളം വിജയിച്ച് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിങ്ങളോ ഒരു ഹിന്ദുക്കളോ മാത്രം ചിന്തിച്ചിട്ട് കാര്യമല്ല. ഒരു സമൂഹത്തിൽ പകുതി ആളുകൾ വിചാരിച്ചതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. അതിൽ ഹിന്ദുക്കളും ഉണ്ട്, മുസ്ലിങ്ങളും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇഷ്ടപ്പെട്ട് കാണുകയാണ്. ഇച്ച എല്ലാവരും ഒരേപോലെയാണ്. പിന്നെ ഞാൻ മുസ്ലിമായി ജനിച്ചതുകൊണ്ട് ഞാൻ പഠിച്ചത് ഞാൻ കൊണ്ടു നടക്കണു. അല്ലാതെ ഞാൻ ഒരാളോട് ഇത് ചെയ്യണം, ഇത് ഇങ്ങനെ അയക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പറയൂല. അവനാൻ പഠിച്ചത് അവനാൻ കൊണ്ടെടുക്കുക. അത് അള്ളാനായിട്ടുള്ളൊരു കരാറാണ്. അത് അതിൻ്റെ വഴിക്ക് പോകുക എന്നല്ലാതെ ഈ ജാതി മതം അതിലൊന്നും ഒരു കഥ അല്ല. ഹിന്ദു മുസ്ലിം അതൊന്നും. മലപ്പുറം താത്ത എന്ന് പറയുന്നത് ഒരു പച്ച സാധുവായിട്ടുള്ള സ്ത്രീയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് അവര് 11ാം ക്ലാസ്സിൽ വെച്ചിട്ട് പഠിത്തം നിർത്തിയിട്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞ് പോയതെന്നൊക്കെ ഞാൻ സത്യം പറഞ്ഞ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കിയത്. പക്ഷെ എന്നിരുന്നാലും വളരെയധികം സ്നേഹത്തോടു കൂടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ നോക്കിക്കാണുന്ന ഒരു യൂട്യൂബർ ആയിട്ടാണ് എനിക്ക് അവരെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ മുന്നേയുള്ള ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ അതിന്റെ ബാക്കിയായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പൊ എന്താണെങ്കിലും വിഷയത്തിലേക്ക് വരട്ടെ. ഇതിനകത്ത് മലപ്പുറം താത്ത ഒരു കമന്റ് കണ്ടു. ആ കമന്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദു സഹോദരിയുടെ കമന്റ് ആയിരുന്നു. ആ സഹോദരി പറയുന്നത്, നിങ്ങൾ മുസ്ലിംസിന് മാത്രമേ റിപ്ലൈ കൊടുക്കുള്ളൂ, ഹിന്ദുസിന് റിപ്ലൈ കൊടുക്കില്ലേ എന്നുള്ളതാണ്. വളരെ നിഷ്കളങ്കമായിട്ടാണ് ആ ഒരു ചേച്ചി ആവട്ടെ സഹോദരി ആവട്ടെ ആരാണെങ്കിലും ആ ഒരു സഹോദരി ചോദിക്കുന്നത്. വളരെ നിഷ്കളങ്കമായിട്ടാണ് അവർ ചോദിക്കുന്നത്. പിന്നെ മലപ്പുറം താത്ത സബ്സ്ക്രൈബേഴ്സിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഈ ഒരു കമന്റ് അവരെ വല്ലാതെ വേദനിപ്പിച്ചു. അപ്പൊ അതിനുള്ള റിപ്ലൈ ആണ് അവരിതിൽ കൊടുത്തത്. അവർ പറയുന്നുണ്ട്, സത്യത്തിലെ ഈ ഹിജാബ് ഇടുക, അതുപോലെ തന്നെ ഈ നിക്കാബ് ഇടുക, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് മറ്റൊരാളിൽ അത് ഞാൻ കാണണം എന്ന് ഞാൻ ഒരിക്കലും നിർബന്ധം പിടിക്കാൻ പാടില്ല. എൻ്റെ ഒരു മതം തന്നെ മറ്റൊരാൾ സ്വീകരിക്കണം, അതെന്നെ ഫോളോ ചെയ്യണം എന്നൊന്നും ഇവിടെ ആരും നിർബന്ധം പിടിക്കുന്നില്ല എന്ന് മലപ്പുറം താത്ത പറയുന്നുണ്ട്. ഓരോ ആളുകളുടെയും മതം എന്ന് പറയുന്നത് അവരുടെ ഉള്ളിലാണ്. പലപ്പോഴും മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത് തന്നെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടാട്ടോ. ഈ ഹിജാബൊക്കെ ഇടുന്ന ഇപ്പം എന്നെ തന്നെ പല പ്രാവശ്യം എനിക്ക് യൂട്യൂബിനകത്ത് വരാറുണ്ട്. ഞാനിപ്പോൾ മനാഫിന്റെ വിഷയമൊക്കെ സംസാരിച്ച സമയത്ത് വർഗീയവാദിയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ നേരെ തിരിച്ചിട്ട് മനാഫ് മരിച്ചു, അർജുൻ ജീവിച്ചിരുന്നു, അർജുന് മനാഫിന്റെ ബോഡി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ ഇതന്നെ സംസാരിക്കുള്ളൂ. അവിടെ വർഗീയത എന്ന് പറഞ്ഞൊരു ഫാക്ടറേ വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ ചില ആളുകളുടെയൊക്കെ ഉള്ളിലുള്ള ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങളാണോ തട്ടമിട്ടിട്ടുണ്ടോ വർഗീയവാദിയാണ്, മുസ്ലിമാണോ തൊപ്പിയിട്ടിട്ടുണ്ടോ താടിയുണ്ടോ വർഗീയവാദിയാണ് എന്നുള്ളതാണ്. അങ്ങനത്തെ ചിന്താഗതികൾ സത്യത്തിൽ മാറ്റണം. ഈ മതം എന്ന് പറയുന്നത് തികച്ചും പേഴ്സണലായിട്ട് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു സന്യാസിനെ കണ്ടു കഴിഞ്ഞാൽ, ഒരു നല്ല സന്യാസിയായിട്ടുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരും ഹിന്ദുത്വവാദി എന്ന് പറഞ്ഞാൽ അവരെ മുദ്ര കുത്താൻ പോകുന്നില്ല. പിന്നെ ചില ആളുകൾ സംഗീതം വിളിക്കാറുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയും ഹിന്ദുത്വം അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവരുടെ സംസാരത്തിലോ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയിലോ എന്തെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ തോന്നുന്ന സമയത്താണ് അവരെ സംഗീതം വിളിക്കുന്നത്. അല്ലാതെ ഒരു ഹിന്ദു സഹോദരനെയും ആരും സംഗീതം വിളിക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ആരെ നമ്മൾ മോശമായ രീതിയിൽ ലേബൽ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഇവിടെ ഈ ഒരു മതം എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ വർക്ക് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ആളുകളുടെ ഡ്രസ്സിംഗ് ആണ്. ആളുകളുടെ ഡ്രസ്സിംഗ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജഡ്ജ് ചെയ്യുന്നത്. ഇപ്പോൾ നല്ല റിലീജിയസ് ആയിട്ടുള്ള മുസ്ലിംസ് ആണെന്നുണ്ടെങ്കിൽ അവർ തലയിൽ തട്ടമിടും, അതുപോലെ തന്നെ മുഖം മറക്കും, അങ്ങനെയൊക്കെയാണ് നടക്കുക. അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേരള സ്ത്രീ ആയിട്ട് മലപ്പുറം കിച്ചണിലുള്ള ആ ഒരു ലൈലത്താത്താനെ തന്നെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ. ഹിജാബ് എല്ലാം ഇട്ടിട്ട് വേറെ ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എന്താണെങ്കിലും അതെല്ലാം മതപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അവർക്ക് യൂട്യൂബിൽ വരാൻ താല്പര്യമുണ്ട്, അതുപോലെ തന്നെ അവർക്ക് എല്ലാം മറച്ചിട്ട് ആളുകളുടെ മുന്നിൽ വന്ന് സംസാരിക്കാനും താല്പര്യമുണ്ട്. അപ്പൊ അത് ആളുകൾ അങ്ങനെ അവരെ ഇഷ്ടപ്പെടുന്നു, അത് അത്ര അതിൽ കണ്ടാൽ മതി. പക്ഷെ ആ ഒരു കമന്റ് കണ്ട സമയത്ത് മലപ്പുറം താത്താക്കും തോന്നിയത് ഇത് തന്നെയാണ്. എന്തിനാണ് ഇങ്ങനെ വെറുതെ ഒരു സംസാരം ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാവരും ഒന്നല്ലേ എന്നുള്ളത്. പിന്നെ സത്യമാണ് മലപ്പുറം താത്ത അതിൽ പറഞ്ഞു വെക്കുന്നത് വളരെ സത്യമായിട്ടുള്ള കാര്യം. എല്ലാവരുടെ ഉള്ളിലുള്ള രക്തവും ചുവപ്പാണ്. ഈ മനുഷ്യന് ഒരാളും ജനിക്കുന്നത് ഹിന്ദു ആയിട്ടോ മുസ്ലിം ആയിട്ടോ അല്ല, ക്രിസ്ത്യൻ ആയിട്ടോ അല്ല, ഇനി സിഖായിട്ടോ അല്ല. ഓരോ മനുഷ്യനും ജനിക്കുന്നത് നിഷ്കളങ്കനായിട്ടുള്ള ഒരു പിഞ്ചു പൈതലായിട്ടാണ്. പിന്നീട് ആ കുട്ടി വളർന്നു വലുതാകുമ്പോൾ അവരുടെ കുടുംബത്തിൽ ഏതാണോ മതം ആ മതത്തിലേക്ക് മാറുകയാണ്. അപ്പൊ ആ മതത്തിൽ നിന്നും മാറിയിട്ട് വേറെ മതത്തിലേക്ക് വരുന്ന ആളുകളുണ്ട്. അങ്ങനെ പല രീതിയിലാണ് ആളുകൾ ചിന്താഗതികൾ പോകുന്നത്. ഒരിക്കലും ഒരാളും ശാശ്വതമായിട്ട് ഇതിൽ ജനിച്ചു ഇതിൽ മരിച്ചു എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പിന്നെ നമ്മുടെ ചിന്താഗതികൾ എന്നൊക്കെ പറഞ്ഞാൽ ഐഡിയോളജീസ് ആണ്. അത് നമുക്ക് മതം എന്ന് പറയുമ്പോൾ ആളുകൾ എന്തോ വലിയ ഒരു ഭീകര സാധനമായിട്ട് എടുക്കാം. നമുക്ക് ഓരോന്നിൽ ഐഡിയോളജി ഉണ്ട്. നമ്മളെ ഡ്രസ്സിങ്ങിൽ നമുക്ക് ഐഡിയോളജി ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ഭക്ഷണം കഴിക്കുന്നതിൽ നമുക്ക് ഐഡിയോളജി ഉണ്ട്, അതുപോലെ തന്നെ ചില ആളുകൾക്ക് അവരുടെ കൾച്ചറിൽ അവരുടെ ചില നടപ്പ് രീതികൾ, കുടുംബ രീതികളിലൊക്കെ അവർക്ക് ഓരോ കൾച്ചർ ഉണ്ട്, ഓരോ ഐഡിയോളജി ഉണ്ട്.
ആ സെയിം സാധനം തന്നെയാണ് മതത്തിന്റെ കാര്യത്തിൽ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതെന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അതിലും എസ്പെഷ്യലി മുസ്ലിംസിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഇതിൽ മലപ്പുറം താത്തയ്ക്ക് കമന്റ് ഇട്ട ആ ഒരു ഹിന്ദു സഹോദരി ഒന്നും അല്ലട്ടോ ഞാനിത് പറയുന്നത്. ഞാനിത് ജനറലൈസ് ചെയ്തുകൊണ്ട് പറയാണ്. മുസ്ലിംസ് എന്ന് പറയുന്നത് എപ്പോഴും ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗമാണ്. അത് വസ്ത്രത്തിന്റെ പേരിലാവട്ടെ, വിശ്വാസത്തിന്റെ പേരിലാവട്ടെ, പല രീതിയിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ബീഫ് തിന്നുന്നവരല്ലേ, നിങ്ങൾ തട്ടിടുന്നവരല്ലേ, അങ്ങനെയൊക്കെയാണ് ഇവർ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുക. നിങ്ങൾക്ക് മരിച്ചു ചെന്നാൽ സ്വർഗമുണ്ടോ നരകമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ കളിയാക്കാം. പക്ഷെ ഞാൻ പഠിച്ചിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഖുറാനിൽ തന്നെ പറയുന്നത് ലക്കും ദീനുക്കും വലിയ ദീൻ, എനിക്ക് എൻ്റെ മതം നിനക്ക് നിന്റെ മതം എന്നുള്ളതാണ്. അവിടെ ഒരിക്കലും ഇസ്ലാം ആണെങ്കിൽ അടിച്ചേൽപ്പിക്കുന്നില്ല, ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ മുസ്ലിം ആണെങ്കിൽ പോലും ഞാൻ തട്ടിടണമെങ്കിൽ അത് എൻ്റെ ഇഷ്ടമാണ്. ഒരിക്കലും ഒരാൾക്ക് എന്നെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല. മതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല. അപ്പോൾ ഈ ഒരു ആളുകൾ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മുസ്ലിംസ് ആകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വർഗീയവാദികളാണെന്നുള്ളൊരു ചിന്ത. അതൊരിക്കലും അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. മതം എന്ന് പറയുന്നത് ഒരു ചോയ്സാണ്, അത് ഓരോ ആളുകളുടെ താല്പര്യമാണ്. ഞാൻ ഈ മതത്തിൽ നിൽക്കണമെന്നുള്ളത് എൻ്റെ ചോയ്സാണ്, എൻ്റെ താല്പര്യമാണ്. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ മതത്തിൽ നിൽക്കാം, അല്ലെങ്കിൽ മതത്തിൽ നിന്ന് മാറാം. അതുപോലെ തന്നെ ഈ ഒരു മതം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വർഗീയവാദമല്ല. അത് ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ വേണ്ടി പറയുന്ന ഒരു മതമാണ് ഇസ്ലാം. അതല്ലാതെ ഒരിക്കലും ഒരാളെ വെറുപ്പിക്കാനോ വെറുക്കാനോ വേണ്ടി പറയുന്ന ഒരു മതമേ അല്ല. എപ്പോഴും ഒരു മിതത്വം പുലർത്താനാണ് മതം പറയുന്നത്. അത് മതത്തിന്റെ ചര്യകളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിന്റെ കാര്യത്തിലാണെങ്കിലും. ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു പുരുഷന് എല്ലാ ദിവസവും നോമ്പെടുക്കാൻ പറ്റില്ല. കാരണം ഭാര്യയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ളത് കൊണ്ട് സ്ഥിരമായിട്ട് നോമ്പെടുക്കാൻ പാടില്ല. എല്ലാ സ്ഥലത്തും മിതത്വമാണ് മതം പറയുന്നത്. അതല്ലാതെ ഒരിക്കലും അതിലൊരു വർഗീയത കാണേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഒരിക്കലും എന്താ പറയുക, വർഗീയമായിട്ട് ചിന്തിച്ചുകൊണ്ട് എൻ്റെ മതം തന്നെ വളരണം, ബാക്കിയുള്ളവരൊക്കെ വെറുക്കണമെന്നൊന്നും ഇസ്ലാം മതം പറയുന്നില്ല. അതൊക്കെ ആളുകളുടെ തെറ്റിദ്ധാരണകൾ മാത്രമാണ്. അപ്പം അതിനെക്കുറിച്ച് ചിന്തയുള്ളവരാവുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു വിഷയം ഞാൻ സംസാരിക്കും കാരണം പല സമയത്തും യൂട്യൂബിൽ നിന്ന് ഇതുപോലെയുള്ള കമൻസ് ഞാൻ നേരിടുന്നത് കൊണ്ടാണ്. നിങ്ങളൊരു വർഗീയവാദിയാണ്, നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾ ജിഹാദിയാണ് എന്നൊക്കെ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ തട്ടിടുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും ഒരു വർഗീയവാദി ആവുന്നില്ല. ഐ എം ജസ്റ്റ് എ ഹ്യൂമൻ ബീയിങ്. എനിക്കത് പറയാനാണ് ഇഷ്ടം. ഇപ്പം മുസ്ലിംസിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ട്. സുന്നി, മുജാഹിദ്, സലഫി, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇപ്പം സുന്നിയിൽ തന്നെ EKAP, അങ്ങനെ കുറേ സബ് ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിലൊന്നും പ്രത്യേകിച്ചൊരു കാര്യമില്ല. നമ്മൾ എന്താണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, അത് നമ്മളിൽ മാത്രം ഒതുങ്ങുക, മറ്റൊരാൾക്ക് നമ്മുടെ വിശ്വാസം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ജീവിക്കുക. അപ്പം അത്ര എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. കണ്ടപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുത്ത് സംസാരിച്ചത്. അപ്പം നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.